രാമായണത്തിലൊരു പ്രത്യേക സന്ദർഭം പറയാണ്. അവിടെ വിശ്വാമിത്ര മഹർഷി വന്നു. വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്നു. വന്ന വഴിക്ക് ദശരഥൻ വേണ്ട വിധത്തിലൊക്കെ സ്വീകരിച്ചിരുത്തി. വിശ്വാമിത്ര മഹർഷി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചോദിച്ചാലും ഞാൻ സാധിപ്പിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ദശരഥനോട് ഓർക്കാപ്പുറത്ത് എന്ന മട്ടില് ആ വിശ്വാമിത്ര മഹർഷി രാമനെ തനിക്ക് തരണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളൊക്കെ ധ്യാനിച്ചൊരു ഹോമം നടത്തുന്നുണ്ട്. അതൊക്കെ മുടക്കുന്നു രാക്ഷസന്മാർ. അപ്പം അവരെ നിഗ്രഹിക്കാനായിട്ട്, രാഗത്തെ രക്ഷിക്കാനായിട്ട് രാമനെ അയക്കണം, കൂടെ ലക്ഷ്മണനെയും വേണം. ദശരഥൻ ആകെ അങ്കലാപ്പിലായി. ഇനി എന്തു ചെയ്യും? രാമനെയും ലക്ഷ്മണനെയും പിരിയാൻ വയ്യ. പ്രത്യേകിച്ചും രാമനെ അവസാന വയസ്സാം കാലത്ത് ഉണ്ടായ മകനാ. ഇനി കൊടുത്തില്ലെങ്കിലോ വിശ്വാമിത്രൻ കുലം മുടിക്കുകയും ചെയ്യും ശപിച്ച്. എന്താ ചെയ്യണമെന്ന് അറിയാതെ കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് വസിഷ്ഠ മഹർഷി ആരാണ് രാമൻ, ആരാണ് ഈ ഭരതശത്രുഘ്നന്മാരും ലക്ഷ്മണനും ഒക്കെ എന്നുള്ള കാര്യം പറഞ്ഞു. പറയാണ്, എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. വളരെ രഹസ്യമായിട്ടുള്ള പറയാം. ദേവഗുഹ്യമാണ്, ദേവന്മാരുടെ ഇടയിൽ പോലും രഹസ്യമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ദേവന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. ഈ രാമനാരാണ്? മനുഷ്യനല്ല. ഈ രാമൻ ആ പരമാത്മാവ് തന്നെയാണ്. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി, പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി, നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിടു വൈകുണ്ഠൻ നാരായണൻ. ആ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചനുസരിച്ചിട്ട് ഈ ഭൂമിഭാരത്തെ കളയാനായിട്ട് ഭഗവാൻ തന്നെ ആ കൗസല്യാദേവിയുടെ മകനായിട്ട് വന്നിരിക്കാം. എന്തിനാ ഭഗവാൻ നിങ്ങളുടെ മകനായിട്ട് വരാൻ കാരണം? നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, ഉന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്റെ പൂർവജന്മം പറയുകയാണെങ്കിൽ നീ പണ്ട് ബ്രഹ്മാവിന്റെ മകനാണ്, കശ്യപ പ്രജാപതിയാണ്. തന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേൾ. അന്ന് നിന്റെ ആ കശ്യപന്റെ പത്നിയായിരുന്ന അതിഥിയാണ് ഇപ്പൊ കൗസല്യായിട്ട് വന്നിരിക്കുന്നത്. അന്ന് ഇരുവരും കൂടി സന്തതി ഉണ്ടാവാൻ, അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി സന്തതി ഉണ്ടാവാനായിട്ട് ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു. നിങ്ങൾ വളരെ കാലം നിങ്ങൾ തപസ് ചെയ്തു. മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും. ആ ഉള്ളിൽ വലിയ ആ തപസ്സോട് കൂടിയിട്ട് വിഷ്ണു പൂജ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാനെ അവിടുന്ന് മകനായി ജനിക്കണേ എന്നുള്ള പ്രാർത്ഥന അനുസരിച്ചിട്ട് ഭഗവാൻ ജനിച്ചു. പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും ആ ഭഗവാൻ തന്നെയാണ് രാമനായി ജനിച്ചത്. പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. രാജാവേ, ആ ലക്ഷ്മണനായത് ആരാന്നറിയോ? സാക്ഷാൽ ആദിശേഷനായിട്ടുള്ള ഭഗവാനാണ്. ശംഖുചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ. ആ ശംഖുചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാര്. ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ. ആ ശംഖും ചക്രവും ഭരതശത്രുഘ്നനായി വന്നിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ അനന്തമൂർത്തി ശംഖുചക്രങ്ങളാണ് ഈ 4 പേരായിട്ട് വന്നിരിക്കുന്നത്. യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാം അയോനിജയായുണ്ടായി വന്നു. ആ ഭഗവാന്റെ യോഗമായാദേവി സീതയായിട്ട് മിഥിലയിലെ ആ യാഗത്തിനിടയ്ക്ക്, ആ യാഗത്തിന് നിലമുഴുന്ന സമയത്ത് ആ ഉഴവുചാലിൽ നിന്ന് ഉണ്ടായി ആ ദേവിയും വന്നിട്ടുണ്ട്. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം. അവര് രണ്ടുപേരും തമ്മിൽ ചേരാൻ വേണ്ടി, രാമനും സീതയും ചേരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നത്. ഈ കാര്യം വളരെ രഹസ്യമാണ് എന്ന് പറഞ്ഞപ്പോ വേഗം ദശരഥന്റെ ആ മടിയൊക്കെ മാറി വേഗം രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെയും അമ്മയെയും ഒക്കെ നമസ്കരിച്ച് ആ രാമലക്ഷ്മണന്മാര് ആ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അവിടുന്ന് യാത്രയായി. പോണ വഴിക്ക് വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങൾ രാജകുമാരന്മാരാ, എപ്പോഴും കൊട്ടാരത്തിൽ കഴിഞ്ഞ് ശീലമുള്ള ആൾക്കാരാ. ഈ കാട്ടില് പോകുമ്പോൾ വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ അതിന് വഴി? ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. ബല അതിബല എന്ന് പറയാം. 2 മന്ത്രങ്ങൾ
ബല അതിബല ഈ രണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് പഠിച്ച് ജപിച്ചോളാൻ പറഞ്ഞു. വിശപ്പും ദാഹവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ആ മന്ത്രമൊക്കെ ജപിച്ച് ഗംഗാനദി കടന്നു. ഗംഗാനദി കടന്നപ്പോൾ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു വനത്തിലെത്തിയപ്പോൾ അവിടെ താടക എന്ന് പറയുന്ന ഘോര രാക്ഷസി അവിടെ താമസിക്കുന്ന സ്ഥലമാണ്. വിശ്വാമിത്ര മഹർഷി നിർദ്ദേശപ്രകാരം ഭഗവാൻ ആ വില്ല് ഞാണുകെട്ടി ഒന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ഭയങ്കരിയായിട്ടുള്ള രാക്ഷസി ഓടി വന്നു. രാമൻ അവളായിട്ട് യുദ്ധം ചെയ്തു. ആ രാമബാണം ഏറ്റ് ആ താടക മരിച്ചു വീണു. താടകയുടെ ദേഹത്ത് നിന്ന് ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീരൂപം പുറത്തു വന്നു. അത് ശാപം കൊണ്ട് ശാപം ഏറ്റൊരു യക്ഷിയായിരുന്നു. അവരാണ് രാക്ഷസിയായിട്ട് വന്നത്. എന്തായാലും ശരി, ആ താടകയെ വധിച്ചു, അവരെ മോക്ഷം കൊടുത്തു. പിന്നീട് ആ സിദ്ധാശ്രമത്തിൽ, വിശ്വാമിത്ര മഹർഷിയുടെ സിദ്ധാശ്രമത്തിൽ ചെന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് യാഗം കാത്തുരക്ഷിക്കാനായിട്ട് രണ്ടുപേരും നിന്നു. ഈ സമയത്ത് യാഗം മുടക്കാനായി മാരീചൻ, സുബാഹു എന്ന് പറയുന്ന രണ്ട് രാക്ഷസന്മാർ വന്നു. പിന്നെ അവരുടെ കൂടെ കുറേ രാക്ഷസന്മാരും. അതിൽ സുബാഹുവിനെ നിഗ്രഹിച്ചു. മാരീചൻ സമുദ്രത്തിൽ പോയി വീണു എന്നാണ്, രാമബാണം ഏറ്റിട്ട്. എവിടെയും രക്ഷയില്ല എന്ന് കണ്ട് മാരീചൻ ഭഗവാന്റെ കാൽക്കൽ തന്നെ വന്ന് വീണ് ഭഗവാൻ ആ മാരീചന് ശരണം കൊടുത്തു എന്ന് വന്നു. അന്നു മുതൽ ഈ മാരീചൻ എന്ന് പറഞ്ഞ രാക്ഷസൻ ഭഗവാന്റെ ഭക്തനായി. പിന്നെ ആ രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാതെ കണ്ടാക്കി ആ വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ കാത്ത് രക്ഷിച്ചു രണ്ടുപേരും കൂടി ചേർന്ന്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് വിശ്വാമിത്രൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ സമയം കളഞ്ഞാൽ പറ്റില്ല, നമുക്ക് വേഗം മിഥിലയിൽ പോകണം. മിഥിലയില് ജനകരാജാവ് സാക്ഷാത് ശ്രീ ഭഗവാന്റെ പരമേശ്വരന്റെ വില്ല് ത്രയംബകം എന്ന് പറഞ്ഞ വില്ല് പൂജിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി ആ മിഥിലയിലൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ മിഥിലയിലേക്ക് പോയി. മിഥിലയിലേക്ക് പോകുന്ന വഴിക്കാണ് നല്ല മനോഹരമായൊരു ആശ്രമ പ്രദേശത്തെത്തി. അപ്പൊ അത് ഏത് ആശ്രമമാണ്, ആരുടെ ആശ്രമമാണ്, ആരെയും അവിടെ കാണാനില്ലല്ലോ എന്ന് രാമൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയായുള്ള അഹല്യ, ആ അഹല്യയെ ഇന്ദ്രൻ തൻ്റെ സൂത്രപ്രകാരം ചതിക്കാൻ നോക്കി. ആ സമയത്ത് ഗൗതമ മഹർഷി ആശ്രമത്തിൽ എത്തി ഇന്ദ്രനെ ശപിച്ചു. ഒപ്പം തന്നെ അഹല്യയ്ക്കും ശാപം കൊടുത്തു. ഇന്ദ്രനെ 1000 ഭഗങ്ങൾ അല്ലെങ്കിൽ 1000 ജനനേന്ദ്രിയങ്ങളുള്ള ആളാവാൻ, അല്ലെങ്കിൽ 1000 കണ്ണുകളുള്ള ആളാവാനാണെന്നുള്ള ശാപമാണ് കിട്ടിയത്. ഈ അഹല്യക്കാണെങ്കിലോ അവിടെ രാമനാമവും ജപിച്ച് കല്ലായി കിടക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കല്ലായി കിടക്കുന്ന അഹല്യ ഇവിടെയുണ്ട് ഈ ആശ്രമത്തില്. രാമ, അവളെ ചെന്ന് കാണൂ, അവളെ തൻ്റെ ആ കാലുകൾ കൊണ്ട് ഒന്ന് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആ കല്ല് കാണിച്ചു കൊടുത്തു. രാമൻ അവിടെ ചെല്ലുന്നു. ആ വലിയ തപസ്സോട് കൂടിയിട്ട് കല്ലിന്റെ രൂപത്തിലിരിക്കുന്ന ആ മുനിപത്നിയെ, അഹല്യയെ വണങ്ങി. അപ്പോ ആ മുനിപത്നിക്കുണ്ടായ സന്തോഷം എത്രയാന്ന് പറഞ്ഞാൽ തീരില്ല എന്ന് പറയാം. അങ്ങനെ ഭഗവാൻ തൻ്റെ കാല് വെച്ച് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് പറയാം. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ല വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്ന് പറഞ്ഞാമോദം കൊണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. അങ്ങനെ ആ ഭഗവാന്റെ മനോഹരമായ രൂപത്തെ കണ്ട് ആ അഹല്യ ഭഗവാനിൽ നിന്ന് മുക്തിയെ നേടി. ആ അഹല്യ ഭഗവാനെ സ്തുതിച്ചു. രാമായണത്തിലെ വലിയ അതിഗംഭീരമായ സ്തുതിയാണ് ആ അഹല്യാസ്തുതിയെ ഇനി നമുക്ക് കാണാം. ജ്ഞാനഹോ കൃതാർത്ഥയായി ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു. ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും.
ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പതേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. തൊൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ. തൽകുണ്ഡാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധം അത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വം അദ്വയം സത്യസന്ധം ആദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം. ഭക്തിവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം. യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ. ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ. വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ഇങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നിൻ മനസ്സി ഞാൻ. അഹല്യാസ്തുതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അതിനെക്കുറിച്ച് പറയാം. ഞാൻ അഹോ കൃതാർത്ഥയായി ജഗന്നാഥ. ഞാൻ കൃതാർത്ഥയായി. കൃതാർത്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നുള്ള ഭാവം. അഹോ എന്നുള്ള വാക്ക് അത്ഭുതത്തെ സൂചിപ്പിക്കുകയാണ്. ജഗന്നാഥ, ജഗത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ളവനെ, നിന്നെ കാണായി വന്നത് മൂലം, അവിടുത്തെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥയായി. അത്രയുമല്ല ചൊല്ലാം, അത് മാത്രമല്ല ഇനിയും പറയാനുണ്ട്. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം. പത്മജ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, രുദ്രൻ ശിവഭഗവാൻ, അവരാൽ അപേക്ഷിതം അപേക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്നതായ പാദപത്മ, അങ്ങയുടെ പാദപത്മങ്ങൾ, ആ പാദപത്മങ്ങളിൽ സംലഗ്ന പറ്റിയതായ പാംസു പൊടി ലേശമെന്നെനിക്കല്ലോ സിദ്ധിച്ചു. അങ്ങയുടെ പാദധൂളികൾ ലേശം എനിക്കല്ലേ കിട്ടിയത്. ഭവൽ പ്രസാദ അതിരേകത്താൽ, അങ്ങയുടെ പ്രസാദത്തിന്റെ അതിരേകം കൂടുതൽ, ഏറ്റവും വലിയ പ്രസാദം കൊണ്ട് അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. എത്ര കാലം തപസ് ചെയ്താലും അതൊന്ന് കിട്ടുക അങ്ങയുടെ ആ പാദധൂളികൾ. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പതേ. ചിത്രം അത്ഭുതകരമാണ് ഭഗവാനെ അവിടുത്തെ ചേഷ്ടകൾ. അങ്ങാരാണ്, ജഗത്പതിയാണ്. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആ മനുഷ്യൻ എന്നുള്ള നാട്യത്തിൽ അങ്ങ് ഞങ്ങളെയൊക്കെ മോഹിപ്പിക്കുകയാണ്. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ. അങ്ങ് ആനന്ദമയനാണ്, അതിമായികനാണ്. ആ മായയുടെ അധിപനായിരിക്കുന്നവനാണ്. പൂർണ്ണനായി നിറഞ്ഞവനായിരിക്കുന്നവനാണ്. ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. അങ്ങക്ക് ന്യൂനം കുറവ്, അതിരേകം കൂടുതൽ, ഇത് രണ്ടും ഇല്ല. ശൂന്യനാണ്, അചലനാണ്, ഇളകാത്തവനാണ് അങ്ങനെയുള്ള ഭഗവാനെ. തൊൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി. അങ്ങയുടെ ആ പാദമാകുന്ന ആ താമരപ്പൂ പോലെയുള്ള പാദത്ത് നിന്ന് ആ ഉള്ള പൊടി, ആ പൊടിയേറ്റിട്ടാണ് ഭാഗീരഥി, ഗംഗാനദി പവിത്രയായത്. ആ ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും. ആ സർപ്പഭൂഷണൻ ശിവഭഗവാൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്, അവരൊക്കെ ശുദ്ധമാക്കുന്ന എന്താണ്? തൊൽപ്രഭാവത്താലല്ലോ, അങ്ങയുടെ പ്രഭാവം കൊണ്ടാണ്. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ. അങ്ങയുടെ പാദസ്പർശം എനിക്കും കിട്ടി.
പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പത്. ഞാൻ പണ്ട് ചെയ്ത പുണ്യം എന്താ വർണ്ണിക്കാൻ പറ്റണില്ല. വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠമൂർത്തിയായ ഭഗവാനെ, തൽ കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആസക്തി ഇല്ലാത്ത എന്നൊക്കെ കുണ്ഠാത്മന, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഭഗവാൻ ദുർലഭമൂർത്തിയാണ്, വിഷ്ണുവാണ്. എങ്ങും നിറഞ്ഞവനാണെങ്കിലും ഭഗവാനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മർത്യനായി അവതരിച്ചോ ഒരു പുരുഷം ദേവം. ആ മനുഷ്യനായിട്ട് അവതരിച്ച ആ പരമപുരുഷനായിട്ടുള്ള ദേവനാണ് അവിടുന്ന്. ചിത്തമോഹനം രമണീയ ദേഹിനം രാമം. ചിത്തത്തെ മോഹിപ്പിക്കുന്നതാണ്, രമണീയം മനോഹരമായ ദേഹത്തോടു കൂടിയവനാണ്. ശുദ്ധം അത്ഭുത വീര്യം, ശുദ്ധമായിട്ടുള്ള അത്ഭുതകരമായുള്ള വീര്യമാണ്. സുന്ദരം ധനുർധരം, സുന്ദരനാണ്. ധനുർധരം, കയ്യില് കോദണ്ഡം എന്ന് പറയുന്ന വില്ല് പിടിച്ചിട്ടുണ്ട്, ധനുസ് പിടിച്ചിട്ടുണ്ട്. തത്വം അദ്വയം, ആ ഏകമായ തത്വത്തെ അതിനെ മുൻനിർത്തിയുള്ള ആളാണ്. അല്ലെങ്കിൽ ആ തത്വസ്വരൂപം തന്നെയാണ്. സത്യസന്ധം ആദ്യന്തഹീനം, സത്യത്താൽ സന്ധിക്കപ്പെട്ടവനാണ്, ആദിയും അന്തവും ഇല്ലാത്തവനാണ്. നിത്യം അവ്യയം, നിത്യമാണ്, അവ്യയനാണ്. ഭജിച്ചിടുന്നേനി നിത്യം, ഞാൻ അങ്ങനെയുള്ള അങ്ങയെയാണ് ഭജിക്കുന്നത്. ഭക്തിയവ മറ്റാരെ, ആ ഭക്തി കൊണ്ട് അങ്ങയെ ഭജിക്കും. മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല, ഞാൻ വേറെ ആരെയും ഭജിക്കുന്നില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം, ആരുടെ പാദങ്ങളാണോ വേദം പറയുന്നത്, അന്വേഷിക്കുന്നത്. യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, ആരുടെ നാഭിയിൽ നിന്നാണോ ബ്രഹ്മാവ് ഉണ്ടായത്. യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ, ആരുടെ നാമമാണോ മഹാദേവൻ സാക്ഷാൽ ശ്രീപരമേശ്വരൻ ജപിക്കുന്നത്. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ, എന്താ മനസ്സുകൊണ്ട് അങ്ങനെയുള്ള ആ സ്വാമിയായിട്ടുള്ള അങ്ങയെ ഇതാ നിത്യം വണങ്ങുന്നു. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും, നാരദമുനിയും അതുപോലെ ശിവഭഗവാനും ഭാരതീരമണനും ഭാരതീദേവി താനും. ഭാരതി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവി, ഭാരതീരമണൻ സരസ്വതി ദേവിയുടെ ഭർത്താവ് ബ്രഹ്മാവ്, ഭാരതീദേവി സാക്ഷാത് സരസ്വതി ദേവി തന്നെ. അവരൊക്കെ ബ്രഹ്മലോകത്തിങ്കൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു. ആ ബ്രഹ്മലോകത്ത് നിന്നിട്ട് അന്വഹം നിത്യേന എല്ലായ്പ്പോഴും കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം, കൽമഷഹരം പാപങ്ങളൊക്കെ ഇല്ലാതെ ഉണ്ടാക്കുന്ന ആ രാമചരിതമാകുന്ന രസായനത്തെ. കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി, കാമം രാഗം തുടങ്ങിയവയൊക്കെ തീർന്ന് ആനന്ദം ഉണ്ടാവാനായിട്ട് രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആ ശ്രീരാമസ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കണം. ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ, വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ. ഭഗവാനെ അങ്ങ് ആദ്യനാണ്, ഏറ്റവും ആദ്യമുള്ളതാണ്. അദ്വയൻ, രണ്ടല്ലാത്തവനാണ്. ഏകൻ, ഒന്നു മാത്രമാണ്. അവ്യക്തൻ, വ്യക്തമല്ലാത്തതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ടൊന്നും അറിയാൻ സാധിക്കാത്തവനാണ്. അനാകുലൻ, ആകുലതകളില്ലാത്തവനാണ്. വേദ്യനല്ല, വേദ്യനല്ല ആരാലും, ആരാലും അറിയാൻ പറ്റില്ല. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, വേദാന്ത വേദ്യൻ, വേദാന്ത വാക്കുകളെ കൊണ്ട് അറിയപ്പെടുന്നത്. പരമൻ പരാപരൻ, പരമനാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്. പരാപരനാണ്, പരമാത്മാവാണ്, പരനാണ്. ഈ വാക്കുകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. പരബ്രഹ്മാക്യൻ, പരബ്രഹ്മം എന്ന പേരോട് കൂടിയവനാണ്. പരമാനന്ദമൂർത്തി, പരമാനന്ദമൂർത്തിയാണ്. നാഥൻ, എല്ലാവരുടെയും നാഥനായിരിക്കുന്നവന്. പുരുഷൻ, ആ പൂർണ്ണത കൊണ്ട് പുരുഷനായവനാണ്. അല്ലെങ്കിൽ ശരീരമാകുന്ന പുരത്തിൽ വസിക്കുന്നതിന് പുരുഷൻ. പുരാതനൻ, പണ്ടേക്ക് പണ്ടേയുള്ളവനാണ്. കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു, കേവലമായിട്ടുള്ള സ്വയം ജ്യോതിസാണ്. സകല ചരാചര ഗുരുവാണ്, ചരാചര ഗുരുവാണ്. കാരുണ്യമൂർത്തിയാണ്. ഗുരു എന്നുള്ളതിന് ഗുരു എന്നർത്ഥം, കനമുള്ളത് എന്നർത്ഥം, ഇങ്ങനെ പലതുമുണ്ട്. മഹത്വമുള്ളതെന്നർത്ഥം ഒക്കെ അങ്ങ് തന്നെയാണ്. ഭുവന മനോഹരമായ രൂപം പൂണ്ടു ഭുവനത്തിങ്കനുഗ്രഹത്തെ വരുത്തുവാൻ. എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഭുവന മനോഹരമായ രൂപം പൂണ്ട്, മനോഹരമായ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന രൂപത്തെ പൂണ്ടു. ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ നൽകുവാൻ, ഈ ലോകത്തെ എല്ലാവർക്കും അനുഗ്രഹത്തെ നൽകുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം, അങ്ങനെയുള്ള ശ്രീരാമനെ ഞാൻ സദാകാലം എല്ലായ്പ്പോഴും തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസ്സിൽ. ഞാൻ നിറഞ്ഞ ഭക്തിയോട് കൂടിയിട്ട് ആ ശ്രീരാമനെ ഞാൻ ഭജിക്കുകയാണ്.